ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കഴിഞ്ഞ ദിവസം നമ്മൾ ഗോവർദ്ധന ലീലയുടെ ആദ്യ ഭാഗമാണ് കേട്ടത്. ഇന്ന് നമുക്ക് രണ്ടാം ഭാഗം കേൾക്കാം. എത്ര മനോഹരമായാണ് ഭഗവാൻ ഇന്ദ്രൻ്റെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നത് എന്ന് നമുക്ക് കേൾക്കാം. ഇന്ദ്ര യജ്ഞം മുടക്കിയത് ഭഗവാനാണ് എന്ന് മനസ്സിലായപ്പോൾ ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രന് അത്യധികം കോപം വന്നു. സ്വാഭാവികമാണല്ലേ? ഏതൊരു വസ്തുവാണെങ്കിലും ഒരാൾക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ അത് മുടക്കുന്ന സമയത്ത് ദേഷ്യം വരിക സ്വാഭാവികം. ദേവേന്ദ്രൻ അത്യധികം ക്രൂദ്ധനായി എന്താ സംഭവിക്കുക? ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധിയില്ലാണ്ടാവും, താനാണ് വലിയവൻ എന്നുള്ള തോന്നലുണ്ടാവും. ഇത് കേൾക്കുന്നവർ ഈ ഭഗവത്ഗീതയിലെ ശ്ലോകമെങ്കിലും കാണാതെ പഠിക്കണം. ഭഗവത്ഗീതയിൽ ഈ ശ്ലോകം കാണാതെ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എങ്ങനെയാണെന്നറിയോ? എപ്പോഴാണോ നമുക്ക് ദേഷ്യം വരുന്നത് അപ്പോൾ നമ്മൾ ഈ ശ്ലോകം ഓർക്കണം. ദിവസം ഒരു 10-15 പ്രാവശ്യമെങ്കിലും ശ്ലോകം ഓർക്കാനുള്ളൊരു വകുപ്പ് നമുക്കുണ്ട്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് പഠിക്കില്ലേ? ഭഗവത്ഗീതയിൽ ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള ശ്ലോകം ഇത്. എപ്പോഴും നമ്മൾ ഓർക്കും. അതുകൊണ്ട് ഈ ശ്ലോകമെങ്കിലും കാണാതെ പഠിക്കുക. ദേഷ്യം വരുന്ന സമയത്തെല്ലാം ഈ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ക്രൂദ്ധനായ ദേവേന്ദ്രൻ വിചാരിച്ചു, ഇപ്പോൾ വൃന്ദാവനവാസികളെല്ലാം ആ കാലിച്ചെറുക്കൻ്റെ സംരക്ഷണത്തിലാണ്. അവനെ ഒരു പാഠം പഠിപ്പിക്കാതെ വയ്യ. അവൻ്റെ അഹങ്കാരം ഇന്നോടെ തീർക്കണം. ഇല്ലെങ്കിൽ ദേവന്മാരെ വൃന്ദാവനവാസികളെന്നല്ല ഈ ഭൂലോകത്തെ ഒരാളും ബഹുമാനിക്കില്ല. അവനെ ശരിയായ രീതിയിൽ ശിക്ഷിച്ചേ മതിയാകൂ എന്ന് ദേവേന്ദ്രൻ തീരുമാനിച്ചു. അപ്പോൾ ശിക്ഷിക്കാൻ ദേവേന്ദ്രൻ നേരിട്ട് ഇറങ്ങുകയാണോ ചെയ്തേ? അല്ല. ദേവേന്ദ്രൻ തൻ്റെ പ്രധാന ഗുണ്ടയെ വിളിച്ചു. ആരാന്നറിയോ? സാംവർത്തക മേഘമെന്ന് പറയുന്ന കോരിച്ചൊരിയുന്ന മഴ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു മേഘത്തെ. ഈ മേഘങ്ങളെല്ലാം ദേവേന്ദ്രൻ്റെ നിയന്ത്രണത്തിലാണ്. സാംവർത്തകം ഉടനെ വന്നു. തൻ്റെ യജമാനൻ വിളിക്കുന്നതല്ലേ, എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് ഉറപ്പും കൊടുത്തു. ദേവേന്ദ്രൻ ഗുണ്ടയോട് ആജ്ഞാപിച്ചു, നീ വേഗം പോവുക. കൃഷ്ണൻ എന്ന് പറയുന്ന ഒരുത്തൻ വൃന്ദാവനത്തിൽ വസിക്കുന്നുണ്ട്. അവനും അവൻ്റെ കുറേ ആൾക്കാരും കൂടി എനിക്ക് കിട്ടേണ്ട പൂജ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇനി അടുത്ത വർഷം അവൻ യാഗം ചെയ്യില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത് അനുവദിച്ചുകൂടാ. നീ പോയിട്ട് അവിടെ ചെന്നങ്ങ് തകർത്ത് പെയ്യുക. സാംവർത്തകത്തിനും സന്തോഷമായി. കുറേ നാൾ കൂടിയിട്ടാണ് ഒരു കൊട്ടേഷൻ കിട്ടിയേക്കുന്നത്. തകർത്തേക്കാമെന്ന് കരുതി വൃന്ദാവനത്തിന് മുകളിലെത്തി തകർത്ത് പെയ്യാൻ തുടങ്ങി. വൃന്ദാവനം വെള്ളത്തിലായി. ദേവേന്ദ്രന് സന്തോഷമായി. കാരണം അവിടെയുള്ള പശുക്കളെ കൊന്നൊടുക്കാൻ ഇത് ധാരാളം മതി. പശുക്കളില്ലാതായാൽ അവർ എങ്ങനെ ജീവിക്കും? അപ്പോഴവർക്ക് എൻ്റെ വില മനസ്സിലാകും. അങ്ങനെ അവനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ആ ചെറുക്കന് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് ദേവേന്ദ്രൻ വിചാരിച്ചു. ഏത് യുദ്ധത്തിലാണെങ്കിലും ആദ്യം എതിരെ നിൽക്കുന്നവൻ്റെ അന്നം മുടക്കാനാണ് ആർക്കും താല്പര്യം. എണ്ണ വിറ്റ് ജീവിതം നയിക്കുന്ന രാജ്യമാണെങ്കിൽ ആദ്യം എതിർ രാജ്യം കൊണ്ടുപോയി ആ എണ്ണ എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടെ ബോംബിടുക, അല്ലേ? അതുപോലെ തന്നെയാണ് ദേവേന്ദ്രനും ചെയ്തത്. ശക്തമായ മഴ, അപകടകാരികളായ സാംവർത്തക മേഘവും അവൻ്റെ കൂട്ടുകാരും തിമിർത്ത് പെയ്യുകയാണ്. ശക്തി മുഴുവനും പുറത്തെടുത്തു അവർ. അതിഭയങ്കരമായ കൊടുങ്കാറ്റ്, ഘോരമായ ഇടിമുഴക്കം, നടുക്കുന്ന ഇടിമിന്നൽ. അങ്ങനെ വൃന്ദാവനവാസികളെ മുഴുവനും പരിഭ്രാന്തിയിലാക്കുന്നതിന് ദേവേന്ദ്രന് സാധിച്ചു. നിർത്താതെ പെയ്യുന്ന മഴയിൽ വൃന്ദാവനം മുഴുവനും ജലത്തിലാണ്ടു. നിരപ്പായ സ്ഥലവും കുഴിയും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ, തികച്ചും അപകടകരമായ നില, പ്രത്യേകിച്ചും പശുക്കൾക്ക്. കോരിച്ചൊരിയുന്ന മഴയോടൊപ്പം വീശിയെടുക്കുന്ന കൊടുങ്കാറ്റും. വൃന്ദാവനത്തിലെ ജീവികൾ മുഴുവനും തണുത്ത് വിറച്ചു. അവയവങ്ങൾ കൂച്ചി വലിച്ചു. രക്ഷപ്പെടാൻ ഒരു വഴിയും കാണാത്ത അവസ്ഥ. ഉരകങ്ങൾ തങ്ങൾക്ക് കയറിപ്പറ്റാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കയറി. കോഴികൾ കോഴിക്കുഞ്ഞുങ്ങളെ തങ്ങളുടെ ചിറകിനടിയിലാക്കി.
പശുക്കുട്ടികളെ പശുക്കൾ തൻ്റെ അകിടിനോട് ചേർത്തു നിർത്തി. വൃന്ദാവനവാസികൾക്ക് എന്തു ചെയ്യണമെന്നറിയില്ല. അവർക്ക് ദേവേന്ദ്രൻ്റെ കോപമാണ് ഈ മഴ എന്ന് മനസ്സിലായി. എല്ലാവരും നന്ദഗോപരുടെ വസതിയിലേക്ക് നടന്നു. കണ്ണൻ്റെ കാൽക്കൽ വീണു. കണ്ണാ, നീ പറഞ്ഞിട്ടാണ് ദേവേന്ദ്രനുള്ള യാഗം ഞങ്ങൾ മുടക്കിയത്. ഇപ്പോൾ നോക്കൂ, ദേവേന്ദ്രൻ കോപാകുലനായിരിക്കുന്നു. ഘോരമായ മഴ, ഇത് ദേവേന്ദ്രൻ്റെ പണി തന്നെയാണ്. ഞങ്ങളെ ഇതിൽ നിന്നും രക്ഷിക്കണം എന്ന് ഭഗവാന്റെ കാലിൽ വീണവർ അപേക്ഷിച്ചു. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഞങ്ങൾ താമസിക്കുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. ചേലാമറ്റം എന്ന മനോഹരമായ ഗ്രാമം. കഴിഞ്ഞ പ്രളയകാലത്ത് ചേലാമറ്റം മുഴുവനും മുങ്ങി. എങ്ങനെ മുങ്ങാതിരിക്കും? പെരിയാറ് കരകവിഞ്ഞൊഴുകി. എൻ്റെ വീട് പെരിയാറിൻ്റെ തീരത്ത്. ഏകദേശം 600ഓളം ജനങ്ങൾ. എല്ലാ വീടുകളിലും വെള്ളം കയറി. ചില വീടുകളിൽ 1ഉം 2ഉം നിലകൾ വരെ മുങ്ങിപ്പോയി. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കട്ടിലും കിടക്കുകളും എല്ലാം വീടുകളിലൂടെ ഒഴുകി നടന്നു. എന്നാൽ ഇവിടെയുള്ളവർ എല്ലാവരും ജാതി മതഭേദമില്ലാതെ ഒരേ സ്ഥലത്തേക്കാണ് പോയത്. വേറെ എവിടെയുമല്ല, ചേലാമറ്റം ക്ഷേത്രത്തിലേക്ക്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക്. പെരിയാറിൻ്റെ തീരത്തു തന്നെയാണ് ചേലാമറ്റം അമ്പലവും. ഇവിടെ വന്നിട്ടുള്ളവർക്ക് കാണാം, അമ്പലത്തിൻ്റെ തൊട്ട് താഴെ പെരിയാറാണ്. എന്നാലും 4 പുറവും എല്ലാ വീടുകളിലും വെള്ളം കയറിയപ്പോഴും ഒരേ നിലയിൽ കിടക്കുന്ന അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ ആ കല്യാണ മണ്ഡപത്തിലേക്കോ ഒരു തുള്ളി വെള്ളം പോലും കയറിയില്ല. 600ഓളം ആളുകളാണ് ആ ക്ഷേത്രത്തിൽ ഉണ്ടായത്. 7 ദിവസം അവർ അവിടെ താമസിച്ചു, യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ. ഭഗവാന്റെ കാരുണ്യം അത്രയും വലുതായിരുന്നു. 7ാം ദിവസമാണ് ഓരോരുത്തരായി തങ്ങളുടെ വീടുകളിലേക്ക് അവിടെ നിന്നും പിരിഞ്ഞു പോന്നത്. അമ്പലത്തിൽ വെള്ളം കയറാതിരുന്നതും അമ്പലത്തിലെ കിണറുകളിൽ യാതൊരു വിധത്തിലുള്ള അഴുക്കുവെള്ളവും എത്താതിരുന്നതും ഇന്നും അത്ഭുതമായി തുടരുന്നു. ഇനി നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോകാം. വൃന്ദാവനവാസികൾ മനമുരുകി ഭഗവാനോട് അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ അവരോട് വളരെ മൃദുസ്വരത്തിൽ സ്നേഹത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാനില്ലേ നിങ്ങളുടെ കൂടെ? ഒരു കാര്യം ചെയ്യൂ, അവരവരുടെ വീടുകളിലിരിക്കുന്ന സാധനങ്ങളും പശുവിനെയും എല്ലാം ചേർത്ത് നിങ്ങളും എൻ്റെ ഒപ്പം പോരൂ. നമുക്ക് ഗോവർദ്ധനഗിരിയുടെ താഴെ നിൽക്കാം. അവിടെ വെള്ളം കയറില്ല. മഴയിൽ നിന്നും ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് കണ്ണൻ അവരെയും കൂട്ടി ഗോവർദ്ധനഗിരിയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയം കണ്ണൻ വിചാരിച്ചു, ദേവേന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം. ഇത്രയും അഹങ്കാരം ആർക്കും പാടില്ല. അധികാരം ദേവേന്ദ്രനിൽ മത്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. അയാളെ ഈ ആപത്തിൽ നിന്നും താൻ തന്നെ രക്ഷിക്കണം എന്നു കരുതി ഭഗവാൻ ഗോവർദ്ധനഗിരിയെ തൻ്റെ ഇടതു കൈയിലെ ചെറുവിരൽ കൊണ്ട് ഉയർത്തുകയാണ്. എങ്ങനെയാണോ ഒരു കൂണ് പറിച്ചെടുക്കുന്നത് എന്ന ലാഘവത്തോടെ കണ്ണൻ ഗോവർദ്ധനഗിരിയെ തൻ്റെ ചെറുവിരലിൽ പൊക്കി നിർത്തി. വൃന്ദാവനവാസികളെല്ലാവരും ആ പർവ്വത ഭീമൻ്റെ അടിയിലേക്ക് കടന്നു വന്നു. ആർക്കും ഒരു പേടിയും തോന്നിയില്ല. കണ്ണൻ യാതൊരുവിധ അല്ലലുമില്ലാതെ 7 ദിനരാത്രങ്ങൾ മുഴുവനും വൃന്ദാവനവാസികളെ സംരക്ഷിച്ചു. ഇടതുകൈയിലെ ചെറുവിരൽ കൊണ്ട് ആ വലിയ പർവ്വതത്തെ കൃഷ്ണൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് വൃന്ദാവനവാസികൾ അത്ഭുതാധീനരായി. കണ്ണൻ്റെ കളിക്കൂട്ടുകാരായ ഗോപപാലന്മാരും കുരങ്ങന്മാരും അണ്ണാന്മാരും എല്ലാം അതിലൂടെ ഓടിത്തിമർത്ത് കളിച്ചാസ്വദിച്ചു. ഇതെല്ലാം കണ്ട് കണ്ണനും അത്യധികം സന്തോഷവാനായി. തൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുജനങ്ങളോടും കുശലം പറഞ്ഞ് തമാശ പറഞ്ഞ് 7 ദിവസങ്ങൾ കടന്നുപോയത് അവർ പോലും അറിഞ്ഞില്ല. ഇതുകൊണ്ട് ദേവേന്ദ്രൻ
അഗ്നിപാതമേറ്റ പോലെ സ്തബ്ധനായിപ്പോയി. ഒരു നിമിഷം പോലും വൈകാതെ പിന്മാറാൻ ഇന്ദ്രൻ മേഘങ്ങളോട് ആവശ്യപ്പെട്ടു. മഴയും കാറ്റും നിന്നു. ആകാശം തെളിഞ്ഞു. പരമ്പൊരുളായ ഭഗവാൻ അന്നു മുതൽ ഗോവർദ്ധനധാരി എന്ന പേരിലും അറിയപ്പെട്ടു. കണ്ണൻ വൃന്ദാവനവാസികളോടായി പറഞ്ഞു, നമുക്കിനി നമ്മുടെ ഭവനത്തിലേക്ക് മടങ്ങാം. പ്രളയവും കൊടുങ്കാറ്റുമെല്ലാം ശമിച്ചിരിക്കുന്നു. എല്ലാവരും അവരവരുടെ വസ്തുതകളും പശുവിനെയും കൊണ്ട് ഭവനങ്ങളിലേക്ക് മടങ്ങുക. അപ്രകാരം ഓരോരുത്തരായി ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴെ നിന്നും പുറത്തേക്ക് വന്നു. കണ്ണൻ വളരെ പതിയെ ഗോവർദ്ധന പർവ്വതത്തെ താഴെ വച്ചു. ഇന്ദ്രന് തൻ്റെ കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാൻ സാധിച്ചില്ല. എങ്ങനെയാണ് ഒരു ചെറു ബാലൻ ഇപ്രകാരം മായാജാലം കാണിക്കുന്നത്? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ മായയിൽ നിന്ന് മുക്തനായി. പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് ഈ ബാലൻ എന്ന് മനസ്സിലാക്കുന്ന ദേവേന്ദ്രൻ സ്വർഗത്തിൽ നിന്നും വൃന്ദാവനത്തിലെത്തി ഒരു ഏകാന്തമായ സ്ഥലത്ത് വെച്ച് ഭഗവാനെ കാണുകയാണ്. താൻ ചെയ്ത അപരാധമോർത്ത് ലജ്ജിച്ച് തല താഴ്ത്തി ഭഗവാനെ നമസ്കരിച്ചു. താനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സർവേശ്വരനെന്നും തന്നോളം ശക്തനായി ആരുമില്ല എന്നും അഹങ്കരിച്ചിരുന്ന ഇന്ദ്രൻ ഈ സംഭവത്തോടെ അഹങ്കാരം നിശേഷം നശിച്ച് താനാണ് സർവാധീശൻ എന്ന ഭാവം നശിച്ച് ബദ്ധാഞ്ജലിയായി ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഗോവർദ്ധന പൂജ നടന്നത് അമാവാസിയിലാണ്. അന്നു മുതൽ 7 രാപകലുകൾ അതിഭയങ്കരമായ കൊടുങ്കാറ്റും പേമാരിയും വൃന്ദാവനത്തിൽ താണ്ഡവമാടി. വെളുത്ത പക്ഷത്തിലെ ദശമി നാളിലാണ് ഇന്ദ്രൻ കൃഷ്ണനെ പൂജിക്കാനെത്തുന്നത്. ഇതാണ് ഭഗവാന്റെ ഗോവർദ്ധന ലീല. ഈ കഥ കേൾക്കുന്ന എല്ലാവരിലും അഹങ്കാരവും ക്രോധവും ബുദ്ധിനാശവും കുറഞ്ഞ് ഭക്തി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.